അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനക്ഷേമ പദ്ധതികൾക്കും മുൻഗണന നൽകി 2026-27 സാമ്പത്തിക വർഷത്തെ പെരുമ്പാവൂർ നഗരസഭയുടെ ബജറ്റ് അവതരിപ്പിച്ചു. 63,34,77,742 രൂപ വരവും 56,75,33,973 രൂപ ചെലവും 6,59,43,769 രൂപയുടെ നീക്കിവയ്ക്കും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭ വൈസ് ചെയർമാൻ ബിജു ജോൺ ജേക്കബ് അവതരിപ്പിച്ചത്. നഗരസഭ ലൈബ്രറി നവീകരണം, നഗരസഭ ലോറി സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്, കാറ്റിൽ മാർക്കറ്റിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, ബിസിനസ് ഏരിയ, കാറ്റിൽ ഷെഡ് ഉൾപ്പെടെയുള്ള നിർമ്മാണം, നഗരസഭയ്ക്ക് പുതുതായി ഓഫീസ് കെട്ടിട നിർമ്മാണം, ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം നവീകരണം, നാഗഞ്ചേരി വന പാർക്ക് പുനരുദ്ധാരണം എന്നിവയാണ് 2026-27 കാലഘട്ടത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മുൻഗണനാ പദ്ധതികൾ. ആരോഗ്യം, കുടിവെള്ളം, മാലിന്യ നിർമ്മാർജ്ജനം, പട്ടികജാതി വികസനം, വയോജനക്ഷേമം, അതിദാരിദ്ര്യർക്കുള്ള പ്രത്യേക പദ്ധതി, കുട്ടികളുടെ ക്ഷേമം, പൗരരഹിതർക്കുള്ള പാർപ്പിട പദ്ധതി, കൃഷി മൃഗസംരക്ഷണം, വിദ്യാഭ്യാസം, വനിതാക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ സമസ്ത മേഖലകളിലും ക്ഷേമവും വികസനവും ലക്ഷ്യം വെച്ചുകൊണ്ട് ബഡ്ജറ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത്. പുതിയ മുനിസിപ്പൽ ഓഫീസ് കെട്ടിട നിർമ്മാണം, പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയുടെ നവീകരണം, ലൈബ്രറി നവീകരണം, നഗരസഭ ലോറി സ്റ്റാൻഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം, കാറ്റിൽ മാർക്കറ്റിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, ബിസിനസ് ഏരിയ നിർമ്മാണം, കാറ്റിൽ ഷെഡ് ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണം, ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൈതാനം നവീകരിക്കൽ, നാഗഞ്ചേരി വന പാർക്കിന്റെ പുനരുദ്ധാരണം എന്നിവയാണ് 2026-27 കാലഘട്ടത്തിൽ പെരുമ്പാവൂർ നഗരസഭ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന മുൻഗണനാ പദ്ധതികൾ. ആരോഗ്യം, കുടിവെള്ളം, മാലിന്യ നിർമ്മാർജ്ജനം, ശുചിത്വം, വയോമിത്രം, കൃഷി മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പാർപ്പിടം, വനിതാക്ഷേമം, പട്ടികജാതി വികസനം, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി സമസ്ത മേഖലകളുടെയും ക്ഷേമവും വികസനവും ബജറ്റ് ലക്ഷ്യമിടുന്നു. ലഭ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ ഫലപ്രദമായി വിനിയോഗിച്ച് നഗരവാസികളുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KN സംഗീത പറഞ്ഞു.